എനിക്കും ചെറിയൊരു പനി, അത്യാവശ്യം നല്ലൊരു പനി. ഓസിക്കായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഓസി ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ വീട്ടിലെല്ലാം വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരും. SP വെൽനെസ് എന്ന് വന്നതാണ്. അമ്മൂന് പേടിയാണോ? അയ്യോ, മറ്റേ കൈ കൊടുക്ക് ശനി പിടിക്കാൻ. വളരെ കൺവീനിയൻ്റ് ആണ്. ആക്ച്വലി കുറച്ച് മുന്നേ ഇവർക്ക് 2-3 ദിവസമായി ഓസിക്ക് ചെറിയ പനി, ത്രോട്ട് പെയിൻ എല്ലാം ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഇന്ന് രാവിലെയാണ് തുടങ്ങിയത്. കിടന്നുറങ്ങുമായിരുന്നു അമ്മു ഇഷാനി. വൈകുന്നേരം ആയപ്പോൾ അത്യാവശ്യം ടെമ്പറേച്ചർ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ അമ്മുൻ്റെ ഫ്രണ്ട് ദേവിക്ക് വിളിച്ചപ്പോൾ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് എഴുതി തന്നു. അപ്പോഴത്തേക്ക് പിന്നെ ഇവർക്കൊന്നും ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ഒരു എനർജി ഇല്ല. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നാൾ മുമ്പ് ഹൻസൂന് ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വീട്ടിൽ വന്ന് ചെയ്തായിരുന്നു, SP വെൽനെസ്സിൽ. അങ്ങനെ ഞാനൊന്ന് വിളിച്ചു. അതെ, ഇപ്പോൾ വീടുകളിൽ വന്ന് ഇതുപോലെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് കുറച്ച് കോമൺ ആണ് ആൻഡ് വളരെ കൺവീനിയൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്. സോ ഇത് വന്നു കഴിഞ്ഞു. എനിക്കറിയത്തില്ല, നമുക്ക് ചോദിക്കാം എത്രയാവുമെന്ന്. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ആദ്യം കണ്ടത് ഇപ്പോൾ അമ്മൂൻ്റെയും ഇഷാനിയുടെയും അമ്മൂൻ്റെയും ഇഷാനിയുടെയും ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് SP വെൽനെസ്സിൻ്റെ വീട്ടിൽ വന്നിരുന്നു. ആൻഡ് രണ്ടുപേരും അമ്മു പൊടിയരി കഞ്ഞി കഴിച്ചു. എൻ്റെ ബേബിക്കും എനിക്ക് മാത്രമേ ഇനി അസുഖം വരാനായിട്ട് ബാക്കിയുള്ളൂ. ഞങ്ങളിപ്പോൾ ഹോമിയോ പ്രിവെൻറ്റീവ് കഴിക്കുകയാണ്. അല്ല, പ്രിവെൻറ്റീവ് അവിടെ കൊണ്ടുപോയി കഴിച്ചു. ഞാൻ ഹോമിയോയുടെ പ്രിവെൻറ്റീവ് വാങ്ങിയ വരാതിരിക്കും. എനിക്ക് ചെറിയൊരു തൊണ്ട പ്രോബ്ലം ഉണ്ട്. ബട്ട് ദെൻ ഐ ആം നോട്ട് റെഡി ടു ഫോൾ സിക്ക്. ബിക്കോസ് വീട്ടിൽ ഇവർക്കൊക്കെ സുഖമില്ലാതിരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ആരെങ്കിലും വേണം ഇവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ. ഞാനിവർക്ക് ചൂട് കിച്ചു വന്നതാണ് താഴോട്ട്. തിരിച്ച് കയറിപ്പോയി കുളിക്കാൻ. അമ്മു കഞ്ഞി കുടിച്ചു. ഇഷാനി അവിടെ ഇങ്ങനെ ഇരിക്കുക ആലോചിച്ച്. ഒരു കരിക്ക് മറ്റേ ഇവിടെ നിന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു. പക്ഷേ കരിക്കിൽ ഇഷാനി കുടിച്ചപ്പോൾ പച്ച വെള്ളത്തിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇഷാനി ചോദിച്ചു ഇഷാനിക്ക് പനിയായിട്ട് തോന്നുന്നതാണെന്ന്. അങ്ങനെ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ശരിക്കും പച്ചവെള്ളം പോലെയാണ് കേട്ടോ. ഏതോ പിഞ്ച് കരിക്ക്. ഇപ്പോൾ കിച്ചുവിന് കഴിക്കാൻ ഇന്ന് രാത്രി ആക്കുന്നത് സ്വീറ്റ് പൊട്ടേറ്റോ ആണ്. സ്വീറ്റ് പൊട്ടേറ്റോ ഞങ്ങൾ അന്ന് ഇവിടെ അതിനു വേണ്ടി ആക്കിയത് ചെറിയ ഉള്ളി ചതച്ചിട്ടുള്ള ഒരു ചമ്മന്തി പോലെ ഒരു സാധനം. കിച്ചുവിന് ഇന്ന് ഉണക്കമുളകും വെളുത്തുള്ളിയും ഇട്ടത് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ ഉണക്കമുളക്, നമ്മൾ സാധാരണ നീളമുള്ള ഉണക്കമുളക് അത് തീർന്നിട്ട് അപ്പച്ചി എന്നോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഉണ്ണമുളക് ഞാൻ വാങ്ങിയത് കുറച്ചുണ്ടായിരുന്നു, അതേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടേക്കാം, അത് അഡ്ജസ്റ്റ് ചെയ്ത് അതൊന്നും ഉണ്ടാക്കണം. അപ്പോൾ അത്രയൊക്കെ തന്നെ. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ട ഞാൻ ആക്കിയ 2 കറിയും പച്ചമാങ്ങായിട്ടുള്ള രസവും ആ മുളകിൻ്റെ സംഭവം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നും ഞാൻ ഒരു ലോഡ് മുളക്
ഇവിടെ രാമചന്ദ്രയിൽ പോയിട്ട് വാങ്ങിയിട്ടുണ്ട്. പച്ചമാവ് വാങ്ങാൻ വിട്ടുപോയി. നാളേക്ക് സമയം കിട്ടുമ്പോൾ ചെടി പിള്ളേർക്കൊക്കെ വയ്യാത്തതുകൊണ്ട് ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. മസാജിങ് ദ ഹെഡ്, തുണി നനച്ച് ഐസ് വെള്ളത്തിൽ വെച്ചിട്ട് നെറ്റിയിൽ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. 2 പിള്ളേർക്കൊക്കെ ഒരുമിച്ച് വയ്യാതാകുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പോയ 2-3 ദിവസം ഓസിക്കായിരുന്നു വയ്യാത്തത്. ഇന്ന് ഷീസ് ലിറ്റിൽ ഓക്കെ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി ഞാൻ പോയി ആ കിച്ചന് വേണ്ട ചമ്മന്തി ഒന്ന് ആക്കട്ടെ. സോ വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ന്യൂ വ്ലോഗ്. പിള്ളേരുടെ പൊടിയരി കഞ്ഞി. ഉരുളക്കിഴങ്ങ്, ചമ്മന്തി, ചെറിയ ഉള്ളി, മുളകും ചതച്ച്. ഈശാനിക്ക് തലവേദനിക്കുക. അപ്പം മസാജ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇന്ന് ഒരാളെ കിട്ടി. എങ്ങനെയുണ്ടായിരുന്ന മറ്റേ മധുരക്കിഴങ്ങും ചമ്മന്തിയും? സൂപ്പർ സൂപ്പർ. എന്തിനാ കണ്ണാടി വെച്ചിരിക്കുന്നത്? സർജറി കഴിഞ്ഞിട്ടല്ലേ? സർജറി പനിയാവുമ്പോ എനിക്ക് എന്തോ ഈ ബ്രൈറ്റ് ലൈറ്റ് നോക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ പതുക്കെ ചെയ്യും. പിന്നെന്താ തല ഷേക്ക് ചെയ്യുമ്പോഴാണ് തല വേദനിക്കുന്നത്. അപ്പൊ ഷേക്ക് ചെയ്യാതെ പതുക്കെ. കഴിഞ്ഞ ജന്മം ഞാൻ ഇവളുടെയൊക്കെ ഞങ്ങൾ ബ്രദർ സിസ്റ്റർ ആയിരുന്നു തോന്നല്ലേ? ഞങ്ങൾ ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? എല്ലാവരും പറയുന്നു ഈ ഓസി ഞാനുമാണ്. ആക്ച്വലി ഞാൻ ഇവളുടെ ഫോട്ടോ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവളെ പോലെ എനിക്ക് തോന്നാറുണ്ട്. നിനക്ക് തോന്നാറുണ്ടോ? വെരി ഗുഡ്. ഇവളെനിക്ക് പണ്ട് കിടക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ശനി ഒന്ന് തലേന്ന് മസാജ് തരും. ആദ്യം പറയും ഞാൻ ചെയ്തു തരൂല എന്നൊക്കെ പറയും. പക്ഷെ പാവം എത്ര കാലം എനിക്കൊന്ന് കണ്ടിന്യൂസ്ലി ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഒരു കൊല്ലത്തോളം ഇവളിങ്ങനെ രാത്രി ഞാൻ ഉറങ്ങുന്നവരെ മസാജ് ചെയ്യും. ഒരു ക്രീമൊക്കെ ഇട്ടിട്ടല്ലേ കയറിലൊക്കെ. പാവം നൈസ് ഗേൾ ഇഷാനി. ഇഷാനി നല്ല മൂഡിലാണെങ്കിൽ നന്നായിട്ട് ചെയ്തു തരും. എല്ലാരും ചെറുതിലെ അമ്മു അതുപോലെ ഹൻസിക അവരെ തല മുഴുവൻ കുത്തി പൊളിക്കുന്ന ആരായിരുന്നു? ഇഷാനിയല്ലേ? ഭയങ്കര രസമായിരുന്നു. നല്ല ചൊറിഞ്ഞ് തൊലിയൊക്കെ പോകും സാധനം. പക്ഷെ എന്തോ രസമായിരുന്നു. താങ്ക് യു ബിദ്ദു. എന്തോ പറയാൻ വന്നോ ഇന്ന്? അല്ലല്ല, ഞാനേ ഫേസ്ബുക്കില് പിള്ളേരെ പറ്റി ഇങ്ങനെ എഴുതി. ഇന്ന് 3-4 ദിവസമായിട്ട് ഇങ്ങനെ ചുമ്മാ എഴുതുന്നുണ്ട്. എനിക്ക് എന്റെ മനസ്സിൽ ഇവര് എന്ത് തോന്നുന്നു കണ്ടിട്ടിരുന്നടാ. അപ്പൊ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ കുട്ടികളെ പറ്റി. അപ്പൊ എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ പറ്റി അവർക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും പല സ്ഥലത്തും പോകുമ്പോഴത്തേക്ക് നീ ഫോൺ അടുത്തോട്ട് പിടിക്കുക, അല്ലെ സൗണ്ട് കിട്ടില്ല. ഞാൻ സൗണ്ട് കേൾക്കത്തേ ഇല്ല.
അപ്പം മാതാപിതാക്കൾ എപ്പോഴും പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ തലമുറയെ പറ്റി എപ്പോഴും ഇപ്പോഴത്തെ തലമുറ ശരിയല്ല കൃഷ്ണകുമാർ. അപ്പം ഞാൻ പറയാം അങ്ങനെ പറയില്ലേ. കാരണം നമ്മുടെ തലമുറ ചെറുപ്പത്തിൽ ഇതേപോലെ നമ്മളെപ്പറ്റി പറയും, ഇപ്പോഴത്തെ പിള്ളേർ ശരിയല്ല. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളുടെ മക്കളെ പറ്റിയും കൂടിയാണ് ചേർത്ത് പറയുന്നത്. അല്ല കൃഷ്ണ പറയും, എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതെന്തോന്നാണ്, എല്ലാവരും അവരവരുടെ മക്കളെ നല്ല രീതിയിലാണ് വളർത്തുന്നത്. ആരും മോശമായിട്ട് വളർത്താറില്ല. ചില കുട്ടികൾ ചില അബദ്ധത്തിലൊക്കെ ചാടുന്നു പെടുന്നു, അതൊക്കെ തലയിലെടുത്തിൻ്റെ പ്രശ്നം. ഈ പുതിയ തലമുറ ഈസ് സോ ഗുഡ് ആക്ച്വലി. അവർ ഈ മൊബൈൽ എന്ന സാധനത്തിനകത്തൂടി ലോകം മുഴുവൻ കാണുകയാണ്. അവർക്ക് നമ്മളെക്കാൾ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയും, പുതിയ തലമുറയെ പറ്റി നമ്മൾ നല്ലത് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ചും നമ്മളെപ്പറ്റിയും പറയും. കാരണം ഞാൻ ഉദാഹരണത്തിന് അമ്മൂൻ്റെ നമ്മുടെ മൂത്ത മോൾ അഹാന, ഇവള് പണ്ട് ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ MOP വൈഷ്ണവ് കോളേജ് പഠിക്കാൻ പോയപ്പോൾ അവിടെ ഹോസ്റ്റലില്ല. അപ്പോൾ അവിടെ ഒരു ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തു. അവളെപ്പോഴും ഭയങ്കര ഹാപ്പിയായ കാര്യങ്ങൾ പറയുമായിരുന്നു. നല്ല രസമാണ് ഹോസ്റ്റലിൽ, വെളിയിലൊരു ബാൽക്കണി പോലെ ഉണ്ട്, അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്, ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് അവിടെ ഇരിക്കും ഭക്ഷണം കഴിഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ പിക്ചറുണ്ട്, അവൾക്ക് നല്ലൊരു ജീവിതം. അപ്പോൾ ഫൈനൽ ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഹോസ്റ്റൽ ഫീസ് പോലും പലപ്പോഴും നമുക്ക് അടയ്ക്കേണ്ടി വന്നില്ല. അന്നൊക്കെ നമുക്ക് സാമ്പത്തിക ചെറിയ ഞെരുക്കമുണ്ടായിരുന്നു. 4 പിള്ളേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആണ് അവൾ ചെറിയ ജോലി ചെയ്യും. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ജിയോഡാനോ എന്ന് പറഞ്ഞ കമ്പനി, അങ്ങനെയാണോ പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതിൻ്റെയൊക്കെ ആഡ് അമ്മ ചെയ്യുമായിരുന്നു. ഓർക്കുന്നുണ്ട് സിന്ധു? അപ്പോൾ ഏതോ ഒരു ദിവസം ഞാൻ ചെന്നൈയിലിരിക്കുമ്പോൾ ഞാൻ അവളെ കൂടി കറങ്ങാൻ പോയ കൂട്ടത്തിൽ ഏതോ മോളിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ജിയോഡാനോയുടെ അമ്മു ഡിസൈൻ ചെയ്ത ബോർഡ് അവിടെ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാനും അമ്മൂടെ ബോർഡിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അന്ന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവളുടെ വളരെ സന്തുഷ്ടമായ കോളേജും ഹോസ്റ്റൽ ജീവിതം, അവളെപ്പോഴും ഹോസ്റ്റലിനെ പറ്റി ഭയങ്കരമായിട്ട് പറയും. അങ്ങനെ ആ ഹോസ്റ്റൽ ജീവിതം കഴിയുന്ന സമയത്ത് അവിടെ നിന്ന് കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് അമ്മൂനെ പിക്ക് ചെയ്ത് ട്രിവാൻഡ്രത്ത് വരാൻ വേണ്ടി കാറും എടുത്ത് അവിടെ ചെല്ലുമ്പോൾ ഹോസ്റ്റലിൽ ബാഗ് പെട്ടിയൊക്കെ എടുക്കാനായിട്ട് ആളില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കയറി എടുത്തോളാം, അതിനെന്താ? നോ ഇവിടെ ആണുങ്ങളെ പ്രവേശിപ്പിക്കില്ല, ലേഡീസ് ഹോസ്റ്റലാണ്. ഞാൻ പറഞ്ഞു ശരി, എപ്പോൾ വരും ആൾ? അവർ ഇപ്പം വരും എന്ന് പറഞ്ഞിട്ടുള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ ഏതോ സംസ്ഥാനത്തുള്ള ഒരാൾ അവിടെ ജോലിക്ക് നിർത്തി, അയാൾ ഒരാണ് വന്ന് കയറുന്നു. ഞാൻ ചോദിച്ചു, ഹലോ ഇതെങ്ങനെ? കൊച്ചിൻ്റെ തന്തയ്ക്ക് കയറാൻ വയ്യ, കണ്ടവന് കയറാൻ പറ്റുമോ? അല്ല ഇത് ഇവിടുത്തെ സ്റ്റാഫാണ്. ഞാൻ സ്റ്റാഫായാലും എന്താണല്ലേ? അപ്പോൾ അതൊരു തർക്കത്തിലോട്ട് പോയി ഞാൻ പോലീസിലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഇവർ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അകത്ത് കയറി അമ്മൂൻ്റെ റൂമിൽ ചെന്നപ്പോഴാണ് ഞാനിങ്ങനെ അന്തം വിട്ടുപോയി. ചെറിയൊരു റൂം, അതിനകത്ത് ചെറിയ കട്ടിൽ. ആ ചെറിയ കട്ടിൽ നമ്മുടെ വീട്ടിൽ ഇത്രയും സൗകര്യം ഉണ്ടായപ്പോൾ അവൾ ആ കട്ടിലാണ് ഈ 3 വർഷം കിടന്നിട്ട് നമ്മളോട് പറഞ്ഞു, വളരെ ഹാപ്പിയാണ് ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ പ്ലേറ്റ് മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, അവരും ഭയങ്കര ഹാപ്പി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ വിജയം എന്ന് പറഞ്ഞത് ചെറിയ കാര്യങ്ങളാണ് വലിയ വിജയം. അതായത് നമ്മൾ പറഞ്ഞു കൊടുത്ത ചില മൂല്യങ്ങൾ മക്കൾക്ക് മനസ്സിലാവും. നമ്മൾ ആ സമയത്ത് നീ പറയുന്ന കേൾക്കുന്നുണ്ട്, എവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചീത്ത വിടും. അവർ കേൾക്കുന്നുണ്ട്, അവരുടെ മനസ്സിൽ പതിയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നി, എടാ ഈ സാഹചര്യത്തിൽ വളരെ സുന്ദരമായി അവിടെ നല്ല വാക്ക് പറഞ്ഞിട്ട് അവിടെ സന്തോഷമാണെന്ന് പറഞ്ഞ് ജീവിച്ചത് ഈ സൗകര്യത്തിലായിരുന്നോ? ഏത് സൗകര്യത്തിൽ നമ്മൾ ചൂടും. അപ്പം ഞാൻ ചെറിയൊരു ബെഡ് ഇല്ല, ട്രെയിനിൻ്റെ ഒക്കെ ബെഡിൻ്റെ സൈസ്. അപ്പം ഞാൻ ആലോചിച്ചു, ഇതാണ് നമ്മുടെ വിജയം. അതായത് നമ്മുടെ മക്കൾ എവിടെ ചെന്നാലും ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടോളും, പരാതിയില്ലാതെ. അന്ന് ഞാൻ തീരുമാനിച്ചു, അഹാനെ ഇനി നോക്കേണ്ട, അവളുടെ കാര്യം നോക്കിക്കോളും. ഇതുപോലെ എല്ലാ കുടുംബങ്ങളിലും മക്കൾക്ക് ഇതുപോലെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് മനുഷ്യർക്ക്, ഭൂമിയിൽ എല്ലാവർക്കും. അപ്പോൾ ചിലരിങ്ങനെ മക്കളുടെ കാര്യത്തിൽ വല്ലാതെ വേവലാതിപ്പെടും. അപ്പോൾ ഞാൻ പറയും, എന്തിനാണ്? നമ്മളെക്കാൾ അവർക്ക് കാര്യങ്ങളറിയാം, അവർക്ക് ജയിച്ചു പോകാൻ അറിയാം. ഇപ്പം തന്നെ ഈ വീട്ടിലെ പ്രധാന റോള് വഹിക്കുന്നത് എന്നെയും സിന്ധുവിനേക്കാൾ ഈ 4 പിള്ളേരാണ്. അപ്പം നമ്മൾ ചുമതലകൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി ഫീൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ തോന്നും, നമ്മൾ ഈ വീടിൻ്റെ ഭാഗമാണ്, നമ്മൾ ഈ വീട് കൊണ്ടുപോകണമല്ലോ. ഇതൊക്കെ ഉപദേശമല്ല, ഞാൻ എൻ്റെ അനുഭവം പറയുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇതുമായിട്ട് വിയോജിപ്പുണ്ടാവാം. ഇയാളുടെ മക്കളാരും ചോദിച്ചിട്ട് താഴെ വരും. പക്ഷേ ബഹുഭൂരിപക്ഷം പേർക്കും ചിലപ്പോൾ തോന്നും, ഞാനും എൻ്റെ മക്കളെ ഇപ്പോൾ ഇതുപോലെയാണ് വളർത്തുന്നത്. ചിലർക്ക് തോന്നാം, ചിലർക്കിത് കേൾക്കുമ്പോൾ തോന്നാം, എൻ്റെ മക്കളെയും ഇങ്ങനെ ആക്കിയെടുക്കണം എന്നൊക്കെ തോന്നാം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു അടുത്ത വിജയമായിട്ട് ഞാൻ കരുതാറുണ്ട്. എല്ലാ വീട്ടിലെയും എല്ലാ മക്കളും നല്ലവരാണ്. ഞാൻ ഓരോ വീടുകളിൽ പോകുമ്പോഴും ഞാൻ ഓരോരുത്തരുടെ മക്കളെ ഇങ്ങനെ നോക്കും. എന്ത് പറ്റി? ഞാൻ എൻ്റെ നെറ്റിയിൽ എന്തോ ഇരിക്കുന്നു ആണോടാ? ഞാൻ പറഞ്ഞു തരാം, എല്ലാ വീട്ടിലും മക്കളെ ഇങ്ങനെ ഓരോരുത്തരെ ഞാൻ കാണുമ്പോഴത്തേക്ക് നമ്മുടെ മക്കളെക്കാൾ എന്തുമാത്രം കഴിവുള്ള കുട്ടികളായിട്ട് ഞാൻ കാണുന്നത്. അപ്പം
എവ്രിബഡി ഹാസ് ഒരു ടാലൻ്റ് ഉണ്ട്. ചിലർക്ക് അത് മാത്സിലായിരിക്കാം, ചിലർക്ക് സയൻസിലായിരിക്കും, ചിലർക്ക് ഡാൻസിലായിരിക്കാം, ചിലർക്ക് ഈ അടുത്ത കാലത്ത് ഏതോ വീട്ടിൽ ചെന്നപ്പോൾ മക്കൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ്, അമിറ്റി യൂണിവേഴ്സിറ്റി, ബാച്ചിലർ ഇൻ റിയൽ എസ്റ്റേറ്റ്. ഗുഡ് അല്ലേ? ഗുഡ്, വെരി ഗുഡ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്തൊക്കെ പുതിയ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ഈസ് എ ഹ്യൂജ് ബിസിനസ്. പക്ഷെ അൺഓർഗനൈസ്ഡ് ആയതുകൊണ്ടാണ് ഈ പറ്റുന്നത്. അപ്പൊ ഓർഗനൈസ്ഡ് ആക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു സംഭവമല്ലേ. എല്ലാവരും ഭൂമി വാങ്ങിക്കുന്നു, വിൽക്കുന്നു. അതിനെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ഓരോരുത്തരുടെ ഞാനിങ്ങനെ ചെറുപ്പക്കാരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ന്യൂ ജനറേഷന്. നമുക്കൊക്കെ ഒരു റിവേഴ്സ് ബട്ടൺ ഉണ്ടായിരുന്നു, ഇങ്ങനെ പോയാൽ കൊള്ളാൻ തോന്നിപ്പോവുക അല്ലേ ബിത്തു? സോസി ആ നല്ല മണം നിന്റെ തലമുടിക്ക് കേട്ടോ. സുഖമുണ്ടടാ? വെരി ഗുഡ്. എന്താണ് വരുന്നു നിനക്കുള്ള ആവി പിടിക്കാനുള്ള വെള്ളം ചൂടാക്കി. അപ്പോൾ ഇന്നത്തെ സംപ്രേഷണം അവസാനിക്കുന്നു. വീണ്ടും കാണാം. ന്യൂസ് തീരുമ്പോ എങ്ങനെയാ പറയണേ? എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല, എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നറിയാം. ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിന്റെ ഇന്നത്തെ സംപ്രേഷണം അവസാനിക്കുന്നു. അല്പസമയത്തിനകം ഡൽഹിയിലേക്ക്. നമസ്തേ. അന്ന് എനിക്ക് എത്ര വയസ്സാ? 21 വയസ്സിലാണ് തുടങ്ങുന്നത്. നൈസ്. എത്ര വർഷം കഴിഞ്ഞല്ലേ? Oh, it's almost 33 years. 33 or 34? 89. Oh my God. 35 years. 35 വർഷം സ്ക്രീൻ ലൈഫ്. ഇത്ര നാൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ദൈവം. പക്ഷെ ലൈവ് ആയിരുന്നോണ്ട് കിച്ചുവിന് അതൊരിക്കലും ടി വിയിൽ കാണാൻ പറ്റത്തില്ലല്ലേ? റെക്കോർഡ് ചെയ്ത് പലരും വെച്ച് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ. കിച്ചുവിന് അത് എന്തെങ്കിലും കാണുമ്പോ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? പിന്നെ അപ്പച്ചി അവിടെ ഇരുന്ന് പിടിച്ചോണ്ടിരിക്കും. വരുന്നു. ഞാൻ പോയിട്ട് സന്തോഷം. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെനിക്ക് ഇങ്ങനെ മക്കളിങ്ങനെ കാല് മസാജ് തരും, തല മസാജ് തരും. ഇതൊക്കെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ, ചിലപ്പോൾ ചില കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് കാണുന്നുണ്ടാവും. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അവരും വീട്ടിൽ ചെന്നിട്ട് അവരുടെ മാതാപിതാക്കളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏജ് ആകുമ്പോഴത്തേക്ക് ഏജ് ഇസ് എ നമ്പർ എന്നൊക്കെ ചിലർ പറയും. അങ്ങ് തേയ്മാനം എന്നൊരു സാധനം ഉണ്ട് ജീവിതത്തിൽ. നമുക്ക് ഓരോരോ അസുഖങ്ങളും ഓരോന്നൊക്കെ വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക, അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അവർ പറയൊന്നും വേണ്ട. നമുക്ക് ചില ഈഗോ ഉണ്ട്. ഞാനെന്തിനാണ് ചെയ്തു കൊടുക്കുന്നത്? എനിക്കുണ്ടായിട്ടുണ്ട്, എൻ്റെ അച്ഛനും മാതാപിതാക്കളും ഞാനെന്തിനാണ് ചെയ്തു കൊടുക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. അത് തോന്നാതിരിക്കട്ടെ, ചെയ്തു കൊടുക്കുക. ഗുരുത്വം എന്നൊരു സാധനമുണ്ട്. അത് അദൃശ്യമായൊരു സംഭവമാണ്. നമുക്ക് വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുമ്പോൾ അദൃശ്യമായൊരു കരം വന്ന് നമ്മളെ സഹായിക്കും. അത് ഈ ഗുരുത്വം എന്നൊരു സാധനം അവിടെ വർക്ക് ചെയ്യും. അതുകൊണ്ട് കൊച്ചുമക്കൾ ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പനമ്മമാർ, അച്ഛനമ്മമാർ, വടക്കേ ഇന്ത്യയിൽ നമ്മൾ പോകുമ്പോഴേ എല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ രാവിലെ വന്ന് കാണുമ്പോൾ തന്നെ ആദ്യം കാലിൽ തൊട്ട് ഇങ്ങനെ നമസ്കരിച്ച് നമസ്തേ ജി എന്ന് പറഞ്ഞിങ്ങനെ ചെയ്യും. അതിനൊക്കെ കാര്യങ്ങളുണ്ട്. അത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുറേ കാര്യങ്ങളുണ്ട്. ഈ സമ്പ്രദായം ഇവിടെയും കൊണ്ടുവരാമെന്നുള്ളൂ. നല്ല സംവിധാനമാണ്. വല്ലാത്ത ഇഷ്ടം കുടുംബങ്ങൾക്കകത്തുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടി 2-3 തവണ ആയാലേ നീ സംപ്രേഷണം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഇപ്പൊ അഹാനെ പറ്റി പറഞ്ഞ പോലെ മറ്റു മക്കളുടെയും ഓരോരോ കാര്യങ്ങൾ ഓർത്ത്. അയ്യോ, എന്റെ ഈ വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളു. ആണോ? ഈ എപ്പിസോഡിൽ ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ട്. എനിക്ക് നടുവേദന എടുക്കും. ഞാൻ അവിടെ വരാം. അല്ലല്ല, വേണ്ട അത് ബാക്കി പിന്നെ വേറെ വല്ല. അല്ല, ഇപ്പൊ ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ വല്ലതും ചെയ്യാം. എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ കിച്ചു റിലാക്സ് ചെയ്യ്. ഫുഡൊക്കെ കഴിച്ചിട്ട് 9 മണിക്ക് ഇപ്പൊ ഫോൺ വരും. 9 മണിയാകാറെ. ഇപ്പൊ റിലാക്സ് ചെയ്യ്. ഇനി നമുക്ക് നാളെ രാവിലെയോ നാളെ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ബൈ. കൊള്ളാം. ഇത് കിലോ എത്ര രൂപയാണോ എന്തോ. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല തുണി. ചന്തേരി.
ഞാൻ ബ്ലാക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സരിത ഞാൻ കാണിക്കട്ടെ പ്ലീസ് ഇട്ടതാ അതിൽ ഇത് എന്താണ് അക്കോബയാ ആ നല്ല ഭംഗിയായിരിക്കും കറുപ്പല്ല പ്രിന്റ്. ഇന്ന് സാറ്റർഡേ ഹൻസുവിന് ഇന്ന് കോളേജിൽ എന്തോ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹൻസുവിന് ആക്ച്വലി ഇന്ന് 12:30 12:45 വിളിക്കണേന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് അപ്പച്ചിക്ക് ഹോസ്പിറ്റലിൽ കാല് കാണിക്കാൻ പോകേണ്ട അപ്പോയിൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പയ്യൻ അപ്പച്ചിയും കൊണ്ട് പോയിട്ട് 12:15 ആയപ്പോൾ വീടെത്തി. അപ്പോൾ തന്നെ ഞാൻ ചാടി വണ്ടി കയറി, വണ്ടി ഒരു മിനിറ്റ് വെയിറ്റ് ഞാൻ വണ്ടി കയറി ഹൻസുവിനെ വിളിക്കാൻ പകുതി വഴി എത്തിയപ്പോഴത്തേക്ക് ഹൻസുവിൻ്റെ മെസ്സേജ് ലേറ്റായിട്ട് വന്നാൽ മതി, 2:30 കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നൊരു മെസ്സേജ്. അങ്ങനെ ഞാൻ വേഗം വീട്ടിൽ തിരിച്ചു പോയി, എല്ലാവർക്കും ലഞ്ചൊക്കെ കൊടുത്തു, വീട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങി. ഞങ്ങൾ 2-3 ദിവസം മുമ്പ് ഒരു ലാസ്റ്റ് വ്ളോഗിൽ ഞങ്ങൾ ആ ഹയാത്തിൽ പോയപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ഒരു സെൽവാർ ഇട്ടിരുന്നില്ല, ഒരു ഗ്രേ കളർ. പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ കുറച്ച് ടൈറ്റാണെന്ന് പറഞ്ഞു. കാരണം നടു പ്രോബ്ലം ആയപ്പോഴും ബെൽറ്റ് കെട്ടുമ്പോൾ അത് കുറച്ച് ലൂസ് വേണം. അങ്ങനെ അതിനെ ഒന്ന് റിപ്പയർ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കാനായിട്ട് ഇവിടെ എത്തിനിക്കിൽ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു നല്ല വൈറ്റ് കളർ സെൽവാർ, എന്തെങ്കിലും പുതിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ സരിത എന്നെ കാണിക്കും, ചേച്ചി നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരെണ്ണം എടുത്തു. പിന്നെ ഞാൻ ഈ ഇടുന്ന ഈ ഫ്രോക്സ് ഇല്ലേ, ഇങ്ങനത്തെ എനിക്കൊരു 5-6 ഉണ്ട്. അതായത് 1-2 കീറി അവിടെ ഇവിടെയൊക്കെ കീറി തുടങ്ങി. അപ്പം ഞാൻ ഇതാകുമ്പോൾ ഉള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ വീട്ടിലിങ്ങനെ ഒരു നൈറ്റ് ഡ്രസ്സ് ഇടുന്ന അതേ കംഫർട്ടിൽ ഇടുകയും ചെയ്യാം. അത്യാവശ്യം ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ചില ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാൽ കുറച്ച് പ്രസൻറ്റബിളായിട്ട് അങ്ങ് പുറത്തും പോവാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ മിക്ക വ്ളോഗിൽ നിങ്ങൾ എന്നെ ഞാൻ ഇതേ ടൈപ്പ് ഡ്രസ്സ് റിപ്പീറ്റായിട്ടാണ് കാണുന്നത്. സെൽവാർ ഇന്നേക്കാൾ കുറച്ചൊരു സുഖമുണ്ട്. വീട്ടിലൊക്കെ കുറച്ച് നീളം കുറവായിട്ട് സ്റ്റെപ്പൊക്കെ ഓടി കയറി ജോലി ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ടൊരു ഗ്രീനും ഒരു ബ്ലൂ എന്ന ഒരു നല്ല മെറ്റീരിയലെന്ന് പറഞ്ഞപ്പോൾ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ 2 ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഹൻസ് കുട്ടിയെ വിളിക്കാൻ പോട്ടെ. ആരെയാ കൗടിയാറ്? മോളെ അടങ്ങില്ല. How was your day, baby? Fine. Tiring. എന്തൊക്കെ ചെയ്തിന്ന്? We were discussing what type of a chart we should do and chart. Okay. Mom said the socks. ഞാൻ ഇന്ന് ഹൻസിന് ഇടാൻ കൊടുത്ത സോക്സ്, അത് ഇറ്റ് സൂട്ട്സ് ഹൻസിക്കയുടെ ഒരു പേഴ്സണാലിറ്റി. മക്കൾ കുളിക്കാൻ പോകും. Yeah, being tired. വേഗം കുളിച്ചിട്ട് വാ. അപ്പം അമ്മ ചായ ഇട്ടാം. ഇന്നിപ്പോൾ മാംഗോ കഴിച്ചുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടില്ല. Yeah, eat fruits. ഏതൊരു സമയം ഫ്രൂട്ട് തന്നാൽ I'll eat it. I love fruits. എനിക്ക് ഫ്രൂട്ട്സ് ആയിട്ട് ഇഷ്ടം. ഫ്രൂട്ട്സ് കഴിക്കാത്തവരിലുണ്ടെങ്കിൽ you should eat fruits because it is one tasty thing that we can chumma eat and it is also healthy, you know. Yeah. Good for your body. Yeah. If this was lunch, oh my god, I would have been really chubby now. മക്കളെ കുളിച്ചിട്ട് വാ. Okay. എനിക്ക് ടേസ്റ്റ് പോയി കിടക്കുമായിരുന്നു കംപ്ലീറ്റ്. ഞാൻ ഇന്നലെ അല്ല മെനിഞ്ഞാന്ന് നാരത്തങ്ക ഈ കഞ്ഞിയിലിട്ട് പിഴിഞ്ഞെടുത്ത് കഴിച്ച ശേഷം ടേസ്റ്റ് പോയി. അവിടെ മറ്റേ ഈ സ്പോർട്ട് സൈഡിൽ ബ്രാഹ്മണ ആൻറ്റിമാരുണ്ടാക്കുന്നത്. അവരുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മറ്റേ വെജിറ്റേറിയൻ അങ്ങനത്തെ മറ്റേ ഇങ്ങനത്തെ സ്നാക്സ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതും അച്ചാറ് കിട്ടും. അപ്പോൾ അവരെല്ലാവരും മറ്റേ ഭയങ്കര ട്രെൻഡി ആൻറ്റീസാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കും. അത് കാണുമ്പോഴേ വൈബാവും. കൊതിച്ചു വാങ്ങിച്ചിട്ടുണ്ടാകും. എൻ്റെ പണ്ട് അഞ്ജലിയും പറഞ്ഞു സ്നാപ്ചാറ്റിലുള്ള പെണ്ണുങ്ങളുടെ ഫിൽറ്ററിൽ അച്ഛൻ്റെ മുഖം വെച്ച് എന്നെ ആക്കിയാൽ മതി. അവിടെ എനിക്ക് പലപ്പോഴും തോന്നുന്ന ഇഷാനി ഞാനും, പക്ഷെ അത് ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ഡാൻസ് ടീച്ചർ പറഞ്ഞു ഇഷാനി
ഇങ്ങനെ പറഞ്ഞു സിന്ധുവായിട്ട് ഒരു സാമ്യവും ഇല്ല. പക്കാ കൃഷ്ണകുമാർ. ഒരു സാമ്യവും ഇല്ല. നമ്മൾ ഇഷാനി അത്രയും സംസാരിക്കുന്നത് ഹെയർ ഭയങ്കര കനം കുറഞ്ഞു വരുന്നു. ഓ പിന്നെ പണ്ട് പിന്നെ കാർക്കൂന്തലല്ലേ. ലെങ്ത് ആയി. കനം കുറഞ്ഞു. അതിപ്പോ കുളിച്ചിട്ട് ഇറങ്ങി വന്നല്ലോ കുറച്ച് വയറ് കൂടുതലാ, വയറ് കുറയ്ക്കണം. വയറ് കൂടുന്നെങ്കിൽ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിയേ. ഹൻസ് നീ പറഞ്ഞാടാ പറഞ്ഞാടാ പ്ലീസ്. ബ്ലൂബെറീസ് ഐഷാനീസ് ഫ്രണ്ട്സ് റൈറ്റ്. നിന്നത്തെ പറഞ്ഞല്ലേ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ബ്ലൂബെറീസിൽ. ഇതൊക്കെ ഐഷാനിയുടെ ഏതൊക്കെ ഫ്രണ്ടാ? പേരൊന്നുമില്ല, ഒരു ഫ്രണ്ട്സാ അല്ലേ? ഇഷാനി ഇതുപോലത്തെ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കൂ. ഇഷാനി ഇതുപോലത്തെ ഫുഡ് മാത്രമേ കഴിക്കൂ. തൊട്ടപ്പുറത്ത് ബോംബെ ടോസ് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞതാ. ഇഷാനി അല്ല എന്ന് പറഞ്ഞ ട്രെൻഡേ കൊണ്ടുവന്നത്. sugary items night, no only fruits. ഇഷാനി നീ ഷുഗർ സ്റ്റോപ്പ് ചെയ്തില്ലേ? വന്നപ്പോ അതൊക്കെ നോക്കി ജീവിക്കാൻ വേണ്ടി. ഇപ്പൊ മധുരം ഒരു വൈബല്ലേ? എനിക്ക് എപ്പോഴും മധുരം വൈബാണ്. ഇപ്പൊ ജീവിക്കാൻ വേണ്ടി എന്ത് കഴിക്കില്ലേ? ഇഷാനി ടേസ്റ്റ് തിരിച്ചു വന്നോ? എനിക്ക് ടേസ്റ്റ് പോയില്ല അതിന്. എനിക്ക് ടേസ്റ്റ് അങ്ങനെ ടേസ്റ്റിലൊന്നല്ല, പക്ഷെ ഇഷ്ടമുള്ള ഫുഡിന് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണ് ഗതി കെട്ടാ പുലി പെപ്സിയും കുടിക്കുന്ന പറഞ്ഞാൽ എനിക്ക് ഷുഗർ ഒരിക്കലും ഇഷ്ടമല്ലാതായിരുന്നു. ഞാൻ ഷുഗർ നിർത്തിയതാണ്. എനിക്ക് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല കേട്ടോ, ബംഗനം പള്ളി മാമയുടെ പേരാണ് മല്ലികയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ബംഗനം പള്ളി. You're on a diet and at 11 o'clock you're sitting and munching here. I'm not on a diet currently. Not you. This thin boy. അതല്ല, ബേസിക്കലി സന്തോഷം എന്നൊരു സാധനമാണ്. കാരണം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. രസമാ, അതുകൊണ്ടാ നിക്കുന്നേ. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. സ്ഥലമില്ല ഓൾറെഡി. ബസ്സിലിങ്ങനെ ബസ്സിനകത്ത് ഇങ്ങനെയാണോ? ഞാൻ ബസ്സിൽ പോയിട്ടില്ലല്ലോ. ഞാനും ഇഷാനി ആക്ച്വലി നമ്മൾ ഒരുമിച്ചിരുന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ കോളേജ് ബസ്സിലെ മറ്റേ എന്തോ ആ ഒരു എന്തിന്റെ എഞ്ചിന്റെ പോലെയാണ്. അയ്യോ, അവിടെ ഇരുന്ന് കോളേജ് എത്താറാകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലേ കുറച്ചും ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു സെക്കൻഡ് ഇരിക്കുമ്പോൾ പൊള്ളും. അപ്പൊ ഒന്ന് എണീക്കാം. പക്ഷെ നല്ലപോലെ എണീച്ചാൽ ബാക്കി ഇരിക്കുന്ന ആലും വന്ന് അവിടെ ഇരിക്കും. അപ്പൊ ഫുള്ളായിട്ട് എണീക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഇരുന്ന് പോകുമ്പോഴായിരിക്കും ബസ്സിലിയസ് കോളേജിലേക്ക് ബസ് വരും. അല്ല, ചില ദിവസങ്ങളിൽ എഞ്ചിന്റെ ഫ്രണ്ടിൽ എഞ്ചിന്റെ ബാക്കിൽ രണ്ട് സീറ്റ് ഉണ്ട്. എഞ്ചിന്റെ ബാക്കിലും എഞ്ചിന്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഫ്രണ്ടിൽ ഒരാളുടെ ബാക്കിൽ ഒരാൾ ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കാൻ പറ്റും. പക്ഷെ ബാക്കി ഇരുന്ന കുഴപ്പമില്ല. പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ വെച്ചാൽ നമ്മള് എഞ്ചിനിലെ ഇരിക്കുന്ന ആർക്കണ്ടാലും മനസ്സിലാവും. അപ്പൊ ബസ്സിന്റെ എൻട്രി വലിയ ഇൻഫ്ലുവൻസ് ബസ്സിന്റെ എഞ്ചിനിലിരുന്ന വരുന്നത്. എങ്ങനെയാണ് എഞ്ചിനിരുന്ന് വരുന്ന പോട്ടെ, ഡ്രൈവർ അങ്കിള് എന്നെ എപ്പോഴും വഴക്കൊക്കെ പറയായിരുന്നു. ബിക്കോസ് ഗിയർ ഇടുമ്പോ എന്റെ കാലായിരുന്നു ഡിസ്റ്റർബൻസ്. അങ്ങോട്ട് ഇത്തിരി നീക്കിയേ അങ്ങോട്ട്. ഞാൻ മറ്റേ എന്നെ കൊല്ലും. ഇങ്ങനെയൊക്കെ ഗിയറൊക്കെ ഇട്ട് തരുമായിരുന്നു. എന്നിട്ട് ബസ്സിലീസിന്റെ ബസ് വരുമായിരുന്നു. നമ്മുടെ ബസ്സിങ്ങനെ അപ്പൊ അവരുടെ ബസ്സിന് മറ്റേ കേശവാസ് ഒരു റൗണ്ട് അബൌട്ട് അവിടെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ആ ബസ്സിലായിരിക്കും ഒന്ന് രണ്ട് പേർക്ക് എന്നെ അറിയായിരുന്നു. അപ്പൊ അവരുടെ അതേ ഹൈറ്റിൽ ഞാൻ ഇങ്ങനെ ഇരിക്കാത്ത അറിയില്ല. അപ്പൊ അവരൊക്കെ എന്നെ നോക്കുമ്പോ ഞാൻ താഴെ ഇങ്ങനെ ഇരിക്കും. മറ്റേ നമ്മുടെ ഹാപ്പി ഹസ്ബൻഡ് സിനിമയ്ക്കകത്ത് ജയറാമിന്റെ അടുത്ത് ക്യാമറ കൊണ്ടുവരും. അപ്പൊ ജയറാം ഇങ്ങനെ കാണിക്കും. അപ്പൊ അതുപോലെ ഞാൻ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫ്രണ്ടിൽ. മറ്റേ എനിക്ക് ആരെ അറിയത്തില്ല, കോളേജിൽ കയറുന്നവരെ ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ വേറെ വഴിയില്ല. എഞ്ചിനിൽ ഇരിക്കാൻ വരെ ബസ്സിനകത്ത് അടിയായിരുന്നു. ബിക്കോസ് ആ ബസ്സിനകത്ത് ആക്ച്വലി ഒരു 40 പേര് കയറും. പക്ഷെ ട്രിവാൻഡ്രത്തെ എല്ലാവരും ആ ബസ്സിലായിരുന്നു. ലിറ്ററലി എല്ലാവരും ആ ബസ്സിനകത്തായിരുന്നു. നിന്റെ ബാക്ക് പൊള്ളിയില്ലേ? എത്ര പ്രാവശ്യം ഞാൻ കോളേജിൽ പോയി ബാത്റൂമിൽ നോക്കിയിട്ട് വരുമോ പൊള്ളിയിട്ട്. ഇഷാനിക്ക് അവിടെ നിന്ന് പൊള്ളിയിട്ടുണ്ടല്ലോ. നമ്മുടെ കൂടെ അവിടെ എപ്പോഴും ഇരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ആയിരുന്നു ദിവ്യാഞ്ജന. പുള്ളിക്കാരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷീ വിൽ അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ വി ഹാവ് ഗോൺ. കാരണം അയാൾ നമ്മുടെ കൂടെ ഇരുന്ന്
കോളേജ് ഒരു very far, കോളേജ് no. നമ്മള് നിൽക്കുകയാണെങ്കിൽ നമ്മൾ വല്ലാതെ ഇരുന്നാലും പ്രശ്നമാണ്, ഇരുന്നാലും നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. പണ്ട് ഇഷായുടെ ഫ്രണ്ടിന്റെ മടിയിലൊക്കെ ഇരുന്ന് വരുമായിരുന്നു. നമ്മുടെ സ്റ്റോപ്പിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് ആകുമ്പോ സീറ്റ് ഫുള്ളാവും. അതൊരു വല്ലാത്ത ഭയങ്കര ചെയ്യുന്നതാണ്. തിരിച്ചു വരുന്നതും അതേപോലെ. അപ്പൊ നമുക്ക് ശേഷം കയറുന്നവർക്ക് സീറ്റ് കിട്ടില്ല, പക്ഷെ ദേ ഹാവ് ടു സ്റ്റാൻഡ് ഫോർ എ ലെസർ ടൈം. നമുക്കാണ് മാക്സിമം ടൈം നിൽക്കാൻ കിട്ടുന്നത്. ജസ്റ്റ് മിസ് കൂടിയിട്ട് 4 ചിറ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ കുട്ടി കോളേജ് ബസ്സിൽ പോവാതെ? ഞാൻ ഫസ്റ്റ് ഇയർ പോയപ്പോ ഈ കൂട്ട് ഓസി ഉണ്ടായിരുന്നു. ഇഷാന്റെ വേറെ ഫ്രണ്ട്. ഞാൻ ഇടയ്ക്ക് ഇഷായുടെ ഫ്രണ്ടിന്റെ മടിയിലൊക്കെ ആയിരുന്നു ഇരിക്കുന്നത്. ആരതിയുടെ മടിയിലിരുന്ന് ഞാൻ വരും. കാരണം ആരതി എന്നെക്കാൾ വലുതാ. അതുകൊണ്ട് ആരതിക്ക് എന്നെ മടിയിരുത്താൻ പറ്റുമായിരുന്നു അമ്മ. പക്ഷെ അത് മടിയിരിക്കുന്ന വീണ്ടും കുഴപ്പമില്ലായിരുന്നു. ആ ബെഞ്ചിന് വരുന്നത് റൊമാൻറ്റിക്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓസിയുടെയും ഇഷാനിയുടെയും കുറച്ച് കോമഡികളാണ്. ബസ്സിന് ഫീസ് കൊടുക്കുമ്പോ വീട്ടിൽ സർവീസ് അല്ല അതുകൊണ്ടാണ് പിന്നെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ മുങ്ങി നടന്നത് ബസ്സിൽ കയറാതെ. പൈസ കൊടുക്കുന്നു. മക്കൾ എന്തിനാടാ മാസ്ക് ഇട്ട് ഫുഡ് കഴിക്കുന്നത്? നേരത്തെ ഇട്ടു, പിന്നെ ഊരം ഇട്ടു. ഞാനേ ഒരു കാര്യം പറയും, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ അനുഭവം ഉണ്ടായിട്ടിരിക്കണം. അതായത് നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അടുത്ത കാലത്ത് പലർക്കും ഈ ഫുഡ് പോയ്സന്റെ ഇഷ്യൂ പറയാറുണ്ട്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. അല്ല, അതിന് ഫുഡിൻ്റെ അല്ലാതെ ഒരു റീസൺ ഞാൻ കാണുന്നത് പറയും, ഈ പലപ്പോഴും ഫുഡ് കഴിച്ചിട്ട് വരുമ്പോൾ ഈ ബിൽ കൗണ്ടറിൻ്റെ അവിടെ ഈ മറ്റേ ഇതിൽ ഈ ജീരകവും മറ്റേതും ചിലത് സ്വീറ്റ്നർ വെച്ചത്. അപ്പൊ ഇങ്ങനെ അവിടെ വരുന്നു, പൈസ കൊടുക്കുന്നു. നോട്ട് തന്നെ വളരെ പഴകിയ നോട്ടൊക്കെ ആയിരിക്കും. ഇത് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിനകത്തൊന്ന് കുറച്ചിട്ട് ഒരു 150 പേര് ഇതിനകത്ത് കൈയിട്ട് അതും അറിയത്തില്ല. കൈ എവിടെയൊക്കെ പോയതാ നമുക്കറിയില്ല. അതിനേക്കാളും കുഴപ്പമെന്ന് വെച്ചാൽ ഈ സാധനം ഒരിക്കലും മാറ്റാറില്ല. ഇതിലോട്ട് വീണ്ടും വീണ്ടും അപ്പൊ ഇങ്ങനെ ഈച്ചയെ വരെ തിന്നും. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നും ഫുഡിനേക്കാൾ ഈ പോയ്സൺ ഉണ്ടാക്കി വയറിളക്കം മറ്റൊക്കെ ഉണ്ടാക്കുന്നതിന്റെ കാരണം ഇതാണോ എന്ന് പോലും. അതുകൊണ്ട് ഞാൻ പലരോടും പറയും, എടുക്കല്ലേ അതിന്ന് അതിന് കഴിക്കല്ലേ എന്നിങ്ങനെ പറയും. അതുപോലെ നമ്മുടെ ബില്ലിന്റെ കൂടെ പലപ്പോഴും കൊണ്ട് വെക്കില്ലേ, അത് തിരിച്ചെടുത്തോണ്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കി, ആരൊക്കെയോ കൈവച്ചത്. അപ്പൊ എപ്പോഴും എനിക്ക് തോന്നും ഭക്ഷണത്തിനേക്കാൾ അപകടകാരി ഈ ജീരകം നല്ലതാണ്. ഇഷാനി wants to know. പന്നക്കാരിയാകുമ്പോ അപകടകാരി. അപകടകാരൻ. അപകടത്തിന്റെ കാരണം ന്യൂട്രൽ. ശരിയാ, ആണുങ്ങൾക്ക് ഫീൽ ആവുന്നു. അതെന്താ അങ്ങനെ? അല്ല, നമ്മളിതുവരെ ചിന്തിക്കാത്തൊരു കാര്യം ഇവള് ചിന്തിച്ചു. ഇവക്ക് പനി പിടിച്ചപ്പോ ഇവളുടെ ബ്രെയിൻ ഒക്കെ കറക്റ്റ് ആയി. ഇതുവരെ ശരിയായിട്ടില്ലായിരുന്നു. പാവന്റെ ഇഷാനി. ഇഷാനിക്ക് ഏതൊക്കെ ക്ലാസ്സിലായിരുന്നു? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇഷാനി സെക്കൻഡ്. എല്ലാരും എന്റെ റിപ്പോർട്ട് കാർഡിലാണ് ചേരുന്നത്. ആരും പ്രതീക്ഷിക്കാതെയാണ് ഇഷാന്റെ എന്റെ റിപ്പോർട്ട് കാർഡ് അങ്ങനെ കുഞ്ഞിലെ നമ്മളൊക്കെ എന്ത് നല്ല പഠിക്കുമായിരുന്നു. കുഞ്ഞിലെ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എന്നൊക്കെ പറയും. എന്റെ ജീവിതത്തിൽ ഞാൻ പലതായപ്പോ ഭയങ്കര പഠിക്കുന്നല്ല, പക്ഷെ എന്റെ കുഞ്ഞിലത്തെ മാർക്സ് ഡിസാസ്ട്രസ്. എനിക്കൊരു തേർഡ് സ്റ്റാൻഡേർഡ് ഒക്കെ വരെ എനിക്ക് എന്തിനാ ഞാൻ സ്കൂളിൽ പോണേ, ഞാൻ കളിക്കാനായിരുന്നു പോകുന്നത്, എന്തിനാ പഠിക്കുന്നതെന്നൊന്നും. നിന്റെ ടീച്ചറല്ലേ, മിനി ടീച്ചർ നിന്നെ എടുത്ത് കൊണ്ടാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിന്നെ താഴെയാക്കി നീ കരയും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ എങ്ങനെയാണെന്ന് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ബുദ്ധി. ഐ സ്റ്റിൽ ഡോണ്ട് നോ. എന്റെ റിപ്പോർട്ട് കാർഡിലുണ്ട് സ്റ്റാൻഡേർഡ് ഫസ്റ്റിലെ റിപ്പോർട്ട് കാർഡ് പ്രൊമോട്ടഡ് ടു സ്റ്റാൻഡേർഡ് 2 വിത്ത് വാർണിംഗ്. ഇഷാനിയോട് ടീച്ചർ പറഞ്ഞ ആൻസേഴ്സ് അറിയത്തില്ലെങ്കിൽ ഒരു ഡാഷ് ഇട്ട് വെക്കാൻ. അങ്ങനെ ഫുൾ പേപ്പറിൽ ഡാഷ് ഇട്ട് ECG മെഷീനൊക്കെ. അല്ല, ഇഷാനിക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലം എനിക്ക് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. അതായത് ഇപ്പൊ പറയും, നമുക്ക് ഓർമ്മ വേണം, ഞാൻ എല്ലാം പഠിച്ചോണ്ടു ആ ആൻസർ പേപ്പർ പ്രൊസീജിയർ പഠിക്കുന്ന ആൻസർ പേപ്പർ എടുക്കുമ്പോൾ പഠിച്ചതൊക്കെ മറന്നു. ഇഷാനി 3 മണി വരെയൊക്കെ പഠിക്കും കേട്ടോ. അതാണ്. അല്ല, എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒട്ടും നിങ്ങളുടെ കാര്യത്തിൽ അത്ഭുതമായി തോന്നുന്നില്ല. കാരണം എനിക്കിങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട്. അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് എല്ലാം അന്വേഷിക്കുക കഴിയും, എല്ലാം മറന്നു പോകും. കാരണം ഇപ്പൊ അച്ഛൻ്റെ ഈ പ്രായത്തില് അച്ഛനോട് ആരും ചോദിക്കുന്നില്ല, എടാ കൃഷ്ണമാറേ നിനക്ക് എത്രയായിരുന്നു SSLCക്ക് മാർക്ക്? ആരും ചോദിക്കുന്നില്ല. കാരണം അപ്രസക്തമായ ജീവിതത്തിൽ ആ കാര്യങ്ങൾ. അതുകൊണ്ട് നത്തിങ് ടു വറീഡ്. നമ്മൾ ജീവിക്കാൻ പഠിക്കുക.
doesn't worry me. She's not worried വെറി at അല്ല, all. it is worry. It doesn't worry. വെറിയോ? Worry. worry. ഞങ്ങൾ ഇന്നേ വരെ നിങ്ങൾക്ക് പഠിക്കാൻ പോകും ഒരിക്കൽ പോലും പഠിക്കാൻ ഒരു എന്തുമാത്രം അടിയുള്ള സ്കൂളിൽ വെച്ച് കിട്ടുന്നില്ലേ? അമ്മേനടുത്ത് പറയാറില്ലേ വല്ലപ്പോഴോ ഓവറായിട്ട് പഠിക്കലെന്ന് പറയാറുണ്ടല്ലോ ഞാൻ ഓവറായിട്ട് പഠിക്കണേ. ആരായിരുന്നു ഭയങ്കര പഠിത്തം? അമ്മു. അയ്യോ, അല്ല, ഹൻസിക ഒരു ഇടയ്ക്ക് കുറച്ച് പഠിത്തം ഉണ്ടായിരുന്നു. ഓടിച്ചിട്ടുണ്ട്. ഭയങ്കര പഠിത്തം. ഞാൻ ശ്രമിക്കുമായിരുന്നു. ഞാൻ ശ്രമിക്കുമായിരുന്നു. കിട്ടൂലായിരുന്നു. ഞാൻ ശ്രമിക്കില്ലേ? ഞാൻ ശ്രമിച്ചാൽ സമയമില്ലായിരുന്നു. വയ്യ. എനിക്ക് ഉറങ്ങണം. രാത്രി ഓക്കേ, ഞാൻ പതുക്കെ മുകളിലോട്ട് പോകും. എനിക്ക് ഉറക്കം വന്ന് തുടങ്ങുന്നു. ബായ് 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 ബായ്. ആരെങ്കിലും ഒന്ന് കയ്യോ കാലം തറവി തരാ. അമ്മൂനെ വരും. ഞാൻ സ്വന്തമായതാ. മാഗി പാപ്പാടെ വെയിറ്റ് ചെയ്യാ. മോനെ അവിടെ ഒരു മിററുണ്ട്, പോയി ഒന്ന് നോക്ക്. ഇഷാനി ബാക്ക് വിത്ത് കഞ്ഞി. അയ്യോ ഇഷാനി, നിന്റെ സൈഡ് പ്രൊഫൈൽ പെട്ടെന്ന് അമ്മൂനെ പോലെ ഇരിക്കുന്നു ശരിക്കും. എന്റെ അമ്മൂനെ കണ്ണ് മൂക്ക് ചുണ്ട് യാതൊരു ബന്ധവുമില്ല. Same here. നെറ്റി മാത്രം. And maybe പല്ല്, നെറ്റി, പല്ല്, അല്ല, ഞാൻ പറയാം, face, ഷേപ്പ്. shape. Like have similar type. പിന്നെ കൈയും കാലും ഒക്കെ ഒരു സിമിലാരിറ്റി ഉണ്ട്. ബട്ട് നമ്മുടെ ഫീച്ചേഴ്സ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണും മൂക്കും ചുണ്ട് യാതൊരു ബന്ധവുമില്ല. ഹൻസുവിന്റെ ചുണ്ട് കുറച്ചെങ്കിലും അമ്മൂന്റെ പോലെ. രാത്രി 11 മണി കഴിഞ്ഞു. ഞാൻ ഇപ്പോഴാണ് കുളിച്ചത്. ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടതും കേട്ടതും നമ്മുടെ വീട്ടിലെ യൂഷ്വലി ഒരു എല്ലാവരും കൂടെ നല്ലൊരു മൂഡിലൊക്കെ ഇരിക്കുമ്പോൾ പറയുന്ന കുറേ കോമഡികളുണ്ട്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞ് ഓസി നല്ല മൂഡിലാണെങ്കിൽ നല്ലപോലെ കോമഡി പറയും. ഇഷാനി അതുപോലെ കോമഡി പറയും. ഹൻസു ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണ്. അമ്മു മുകളിൽ കോമഡിയിലൊന്നും പങ്കെടുക്കാൻ വന്നില്ല. അമ്മു വൈറൽ ഫീവർ ആയതുകൊണ്ട് മാറി മാറി ഇരിക്കുവാണ്. പക്ഷേ എനിക്കും ഹൻസുവിനൊന്നും ഇതുവരെ സ്പ്രെഡ് ആയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കുറച്ച് കൂളാണ്. എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നാളെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ട് അതുകൂടെ ആഡ് ചെയ്യും. നമുക്ക് ഈ ഒരു ഹോം വ്ളോഗ് അവസാനിപ്പിക്കാം. ഇന്നലെ കുക്ക് ചെയ്ത അതേ ഐറ്റം തന്നെ ഞാൻ ഇന്നും കുക്ക് ചെയ്തു. ഇന്നും മധുരക്കിഴങ്ങും മറ്റേ മുളകിൻ്റെ ഒരു ചമ്മന്തിയും അല്ലാത്തൊരു സംഭവമൊക്കെ ഞാൻ ആക്കി. പക്ഷേ വീണ്ടും റിപ്പീറ്റ് ടെലികാസ്റ്റ് ആയാൽ അത് ബോറല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യിപ്പില്ല. അപ്പോൾ അത്ര തന്നെ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓസി കുറച്ച് പൂ കൊണ്ടുവന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ അഡിഷനാണ് ഈ ചെടിയും ഈ ചെടിയും.
ഗുഡ് മോർണിംഗ്. കുറച്ച് മുമ്പ് ഇന്ന് സൺഡേ കുറച്ച് മുമ്പ് കിച്ചൻ്റെ ബ്രദർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൻ ചേട്ടൻ. അവരുടെ വീട്ടിലാക്കിയ വൈഫ് സജിനി ആക്കിയ കുറച്ച് ഫിഷ് പിക്കിൾ കൊണ്ടുവന്നിരുന്നു. നല്ല ടേസ്റ്റായി. ഞാൻ ഇഡ്ഡലി സാമ്പാറിൻ്റെ കൂടെ അതും കൂടെ വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഇന്ന് സൺഡേ ഞാൻ രാവിലെ ഡ്രൈവറിനോട് രാവിലെ വരണ്ടെന്ന് പറഞ്ഞു. കാരണം സൺഡേ മോർണിംഗാണ് അവൻ പള്ളിയിലൊക്കെ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു രാവിലെ വരണ്ട, വൈകിട്ട് ഹഡ്സൂണ് ഇപ്പം എന്നൊരു ഷൂട്ട് കാണും, അങ്ങനെയാണെങ്കിൽ അപ്പോൾ വന്നാൽ മതി. അപ്പം ഞാനൊന്ന് ടോട്ടലി ഫ്രീ ആണ്. ഞാൻ ഇന്ന് എന്തെങ്കിലും കുക്കിംഗ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് കൂടിപ്പോയി. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇന്നലെ രാത്രി ഇവർ സംസാരിക്കുന്ന കുറച്ച് പോർഷൻസൊക്കെ ഇട്ടപ്പോൾ അത് അത്യാവശ്യം ലെങ്തായി. അതിങ്ങനെ ഒരു ഒറ്റ സ്ട്രെച്ചിലുള്ള സംസാരമാകുമ്പോൾ നമുക്ക് ഇടയ്ക്കുന്നത് കട്ട് ഷോർട്ട് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ആ ഫ്ലോ പോവും. സോ ഐ തോട്ട് ഈ ഒരു ഹോം വ്ളോഗ് ഐ ജസ്റ്റ് കീപ് ഇറ്റ് ലൈക്ക് ദിസ്. സോ സീ യു ഓൾസോ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംതിങ്. ഓക്കെ, ടേക്ക് കെയർ. Bye.